Good afternoon, all. എല്ലാവരും വരുന്നുള്ളവരെ തോന്നുന്നു. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒത്തിരി ലേറ്റായിട്ട് കയറുന്നുണ്ടാവുമായിരിക്കും. ഇനിവേ നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ, ഒരുപാട് ക്ലാസ് ഒക്കെ മിസ്സായിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഓക്കെ, എല്ലാവരുടെ കയ്യിലും കാണും അല്ലേ? എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് എന്നുള്ളത് നമുക്കറിയാം. മെഡിക്കൽ റെക്കോർഡ്സ് പൊതുവെ അല്ലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം ഒരു പേഷ്യൻസിന്റെയും അല്ലെ അവരുടെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ്, അവരുടെ ഇപ്പൊ എന്ന് ജോയിൻ ചെയ്താലും അത് തുടങ്ങി ആ പേഷ്യൻസിന്റെ വീണ്ടും എപ്പോൾ വന്നാലും അല്ലെ അതിൻ്റെതായ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇൻ കേസ് അവിടെ ഉപയോഗിക്കുന്ന എല്ലാതരം മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏത് ടൈമിലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ. നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടത്തക്ക വിധത്തിലാണ് മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ്സിൽ സാധാരണയായിട്ട് എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കും. കേസ് ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും ആ പേഷ്യന്റ് എന്താണ് അല്ലെ എന്നാണ് അഡ്മിറ്റ് ചെയ്തത്, അതേമാതിരി തന്നെ എല്ലാം ആ ടൈം തുടങ്ങി അതിനുശേഷം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ആ പേഷ്യന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ആ ടൈം ടു ടൈമിലുള്ള ആ ഒരു ഡയഗ്നോസ്റ്റിങ്ങും അല്ലെ അതിന്റെ ചികിത്സാ നിർണയങ്ങളും ട്രീറ്റ്മെന്റും എല്ലാം തന്നെ അതിൽ കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് തീർച്ചയായിട്ടും എന്താണ് അത് സൂക്ഷിച്ചു വെക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ലൈനിൽ തന്നെ അവർ എടുത്ത് പറയുന്നുണ്ട് ഹൂ, വാട്ട്, വൈ, വെയർ, ആൻഡ് വെൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അത് എപ്പോ വന്ന അല്ലെ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എവിടെ നിന്ന് ആരെ കാണുന്നു അല്ലെ, എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നിരിക്കുന്നു, പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ എവിഡൻസുകളും അത് ഏത് ടൈം എടുത്ത് നോക്കിയാലും നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് അത് കീപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് ചിലപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും പേഷ്യൻസിനെ സംബന്ധിച്ചും അതല്ലെങ്കിൽ മറ്റേ റിസർച്ച് ഗവേഷണം നടത്തുന്നവരെ സംബന്ധിച്ചൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ്സ് എന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു ഐഡിയ കിട്ടിയോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എന്താണ് മെഡിക്കൽ റെക്കോർഡ്? മീൻസ് ഹൂ, വാട്ട്, വൈ, വെയർ ആൻഡ് വെൻ ഓഫ് പേഷ്യന്റ് കെയർ ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ പോകുന്നത് ഇതിനു വേണ്ടിയാണ്. നമ്മൾ അവിടുന്ന് സർവീസ് അല്ലെ നമ്മളെ ട്രീറ്റ്മെന്റ് സേവനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലെ. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ സർവീസ് നേടിയെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ അത് തുടങ്ങി നമ്മൾ ഒരു പേഷ്യന്റ് പോവുകയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള പേര്, അവർ എവിടെ നിന്ന് വരുന്നു, ഏത് സമയത്താണ് ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത്, പിന്നെ എന്താണ് പേഷ്യന്റിന്റേതായ പിന്നെ താഴേക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അവരെന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്, എന്തെങ്കിലും ടെസ്റ്റിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ടെസ്റ്റിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും, then മറ്റെന്തെല്ലാം അല്ലെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിങ് വന്നപ്പോൾ എന്തായിരുന്നു മാറ്റർ, ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ എന്താണ് നിലവിലെ സ്റ്റേജ്, അതെല്ലാം തന്നെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്
who, what, why, where and when of a patient care to the hospital. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരെപ്പോ എവിടെ നിന്ന് എങ്ങനെ അല്ലെ അതൊക്കെ വന്നു എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ലീഗൽ റെക്കോർഡ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ് അല്ലെ. നമ്മൾ നിയമപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഒരു തെളിവെന്ന രൂപേണ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആണ് എന്തെന്ന് പറയുന്നത്. ഇതിനെ കുറിച്ചാണ് നമ്മള് ഒരു ലീഗൽ റെക്കോർഡാണ്. എന്താണ് ലീഗൽ റെക്കോർഡ് എന്ന് പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ലീഗൽ ആയിട്ടുള്ള റെക്കോർഡാണ്. കാരണം എന്താണ്, അതിൽ കൃത്യമായിട്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇറ്റ്സ് എ പ്രൈവറ്റ് റെക്കോർഡ്, പബ്ലിക് റെക്കോർഡ്, അങ്ങനെ പല രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ട്. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ് അല്ലെ. നിയമപരമായിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നു, മെഡിക്കൽ റെക്കോർഡ്സ് ഫേവേഴ്സ് പേഷ്യന്റ്, കൺസൾട്ടന്റ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അതേമാതിരി തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു സ്റ്റാഫിനെ സംബന്ധിച്ചും, അല്ലെങ്കിൽ അല്ലെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഏത് ഡോക്ടറിന്റെ ഇതിന്റെ കൺസൾട്ടേഷൻ ആണോ ആ പേഷ്യന്റ് വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചും, അതേമാതിരി തന്നെ പേഷ്യന്റിനെ സംബന്ധിച്ചും എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു പേഷ്യന്റ് ഒരു സമയത്ത് അല്ലെ, ഇന്നിപ്പോ നമ്മൾ കാണാൻ ചെല്ലുകയാണ്. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ വരികയാണ്. അപ്പോ തീർച്ചയായിട്ടും വീണ്ടും പുതിയതായിട്ടാണോ റെക്കോർഡ് നമ്മൾ നിന്ന് ചോദിച്ചറിയുക? ആണോ നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ? അല്ല അല്ലെ. നമ്മള് ഓൾറെഡി നെക്സ്റ്റ് ടൈമിൽ ചെല്ലുമ്പോ എന്താ ചെയ്യുക, നമ്മൾ OP ടിക്കറ്റ് എടുത്തിട്ട് അവർ ആ റെക്കോർഡ് വീണ്ടും ആ ചാർട്ട് എടുക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച്, പേഷ്യന്റിനെ സംബന്ധിച്ച് അത് ഫേവറബിൾ ആണ്. അതേപോലെ തന്നെ അവിടെ ട്രീറ്റ്മെന്റിന് ഇരിക്കുന്ന അല്ലെ നമുക്ക് കാര്യങ്ങൾ സർവീസ് കൈകാര്യം ചെയ്യാനിരിക്കുന്ന ഡോക്ടേഴ്സിനെ സംബന്ധിച്ചും വളരെ ഉപകാരപ്രദമാണ്. കാരണം ഏതൊക്കെ മെഡിസിൻസ് ആണ്, ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഈ വ്യക്തിക്ക് നേരത്തെ കൊടുത്തിട്ട് അനുകൂലമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവരെ സംബന്ധിച്ചും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ എന്താണ് അപ്പോ പേഷ്യന്റിന്, കൺസൾട്ടൻസിന്, തന്നെ നെക്സ്റ്റ് എന്താണ് ഹോസ്പിറ്റലിൽ ഏത് സ്റ്റാഫിനെ സംബന്ധിച്ചു നമുക്കറിയാം. ഒരു സ്റ്റാഫ് അല്ലെ, ആ സ്റ്റാഫിന് കൃത്യമായിട്ട് തന്നെ ആ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പറഞ്ഞിരിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാവും. ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ തന്നെ അവരെ നിർദ്ദേശിച്ച് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അധികം സമയം കളയാതെ തന്നെ അല്ലെ കാര്യങ്ങൾ മൂവ്മെന്റ് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപകാരം എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർക്കൊക്കെ ഫേവറബിൾ ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് ഫേവേഴ്സ് പേഷ്യന്റ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. ഇൻ കേസ് കുറച്ച് നാളുകൾക്ക് ശേഷം എന്തെങ്കിലും അല്ലെ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും നമുക്കൊരു പ്രൂഫ് അല്ലെ, ഒരു എവിഡൻസ് ആയിട്ട് തന്നെ അവിടെ ലീഗലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എവിഡൻസ് ആയിട്ട് തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് മെഡിക്കൽ റെക്കോർഡ്സ്. ഇന്ന പേഷ്യന്റ് ഇന്ന സമയത്ത് വന്നു, ഇന്ന ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, ഇന്ന കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ അല്ലെ റിസൾട്ട് ഡയഗ്നോസ് ചെയ്തപ്പോൾ രോഗനിർണയം നടത്തിയപ്പോൾ ഇന്ന കാര്യങ്ങളാണ് കണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലെ ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ തന്നെ മെഡിക്കൽ റെക്കോർഡ് അത് നിയമവശത്തിൽ കാണിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് ഫേവേഴ്സ് പേഷ്യന്റ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ ലീഗൽ ആസ്പെക്ട്സ് എൻക്ലോസ് റിക്വയർമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു മേക്കിംഗ് ദ മെഡിക്കൽ റെക്കോർഡ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് കണ്ടന്റ്, യൂസിംഗ് ആൻഡ് restraining the record, maintaining it, obtaining it and releasing information from it. നമ്മൾ കണ്ടു അല്ലെ, ഇത് പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ഒക്കെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തത്വങ്ങൾ അല്ലെ വെറുതെ ഒന്നും എഴുതി ചേർത്താൽ പോലെ. റെക്കോർഡ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, തോന്നുന്ന മാതിരിയൊക്കെയല്ല അത് രേഖപ്പെടുത്തേണ്ടത്. കൃത്യമായിട്ട് അതിൻ്റെതായ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. ശരിയല്ലേ? നല്ല നല്ല എവിഡൻസുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു പോളിസി നിയമാവശ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അത് പാലിക്കേണ്ടതായിട്ട് വരും. ഇത് തന്നെയാ പറയുന്നത് ലീഗൽ ആസ്പെക്ട് എൻക്ലോസ് റിക്വയർമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പൾസ് റിലേറ്റഡ് ടു മേക്കിംഗ് മെഡിക്കൽ റെക്കോർഡ്
then including its content. ഇതിപ്പോ അതിൽ എല്ലാ കാര്യത്തിലും ആ ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതേമാതിരി തന്നെ യൂസിങ് ആൻഡ് സ്റ്റെയറിംഗ് ദ റെക്കോർഡ്, അത് റെക്കോർഡ് ഉപയോഗിക്കേണ്ട രീതി എന്താണ് അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് എന്താ പറയാ നേരത്തെ കൂട്ടിയുള്ള ഒരു കാര്യങ്ങളൊന്ന് നേടിയെടുക്കണം അല്ലെ, നമുക്ക് മനസ്സിലാക്കി എടുക്കണമെന്ന് ഉണ്ടായെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ഒരു വിധം ഉണ്ടാവും അല്ലെ. അത് എങ്ങനെയാണ് എടുക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾക്ക് അല്ലെ ഇന്ന ഇയറിലെ ഇന്ന പേഷ്യന്റ് ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് എന്ന നിലയിൽ ഇന്ന ആ ടൈമില് ഉള്ള ആ ഒരു നമ്പറൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മളത് ആ ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗക്രമത്തിനും എല്ലാം തന്നെ എന്താണ് ഒരു രീതിയുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഫോർ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ആൻഡ് നെക്സ്റ്റ് പറയുന്നു ഇൻക്ലൂഡിങ് കണ്ടന്റ് യൂസിങ് ആൻഡ് റെസ്ട്രെയിനിങ് ആൻഡ് ദ റെക്കോർഡ്, മെയിൻറ്റെയിനിങ് ഇറ്റ്, ഒബ്റ്റെയിനിങ് ഇറ്റ് ആൻഡ് റിലീസിങ് ഇൻഫോർമേഷൻ ഫ്രം ഇറ്റ്. അതേമാതിരി തന്നെ നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡിലെ എല്ലാ വിവരങ്ങളും എല്ലാവർക്കും പാസ് ചെയ്യാനൊന്നും ഹോസ്പിറ്റലുകാരെ സംബന്ധിച്ചെന്ന് വരില്ല. ശരിയാണോ? നമുക്കിപ്പോ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എന്ന് പറയുന്ന എല്ലാ ജീവനക്കാർക്കും ആ മെഡിക്കൽ റെക്കോർഡ്സ് എടുത്തുകൊണ്ട് ആർക്കെങ്കിലും അല്ലെ പുറത്തുള്ള ആർക്കെങ്കിലും സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവോ? പറ്റുമോ? ഇല്ല. കാരണം അതിൻ്റെതായ പോളിസിയോട് കൂടിയിട്ട് മാത്രമാണ് പുറത്തേക്കും ഇതിന്റെ വിവരങ്ങളെല്ലാം കൈമാറ്റം ചെയ്യാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അതിന് അതിൻ്റെതായ നിയമാവശ്യങ്ങളുണ്ട്. അറിയാം, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൺസൾട്ടന്റിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് നിർമ്മിക്കുന്നതിനും അതിൻ്റെതായ ഒരു നിയമവശങ്ങളുണ്ട്, ഉപയോഗിക്കുന്നതിനും അതിൻ്റെതായ രീതിയുണ്ട്. അതേമാതിരി തന്നെ അതിന്റെ ഇൻഫോർമേഷൻസ് പുറത്തുവിടുന്നതിനും അതിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് തത്വങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും എന്നുള്ളത് ഇതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സ്പീഡൊന്നും കൊടുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് അപ്പോ നമ്മള് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്? The hospital puts together and keeps the medical records mainly for the benefit of the patient. Medical records are also kept as a guide to consultants for the medical statistical research and the security of the physician, hospital staff and hospital against unfair criticism. അതായത് നമ്മൾക്കറിയാം, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിലെ ഈ റെക്കോർഡ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാണ് അല്ലെ. അതെങ്ങനെയാണ് പറയുന്നത്? ഒന്നിച്ചു നിന്ന് അല്ലെ എല്ലാവർക്കും കൂടി ഒറ്റക്കെട്ടായിട്ട് ആ ഒരു മെഡിക്കൽ റെക്കോർഡ്സുകൾ അതിൻ്റെതായ ഉപയോഗത്തിന് എടുക്കാം എന്നുള്ളതാണ്. അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? പേഷ്യന്റിന് കിട്ടുന്നു. മെഡിക്കൽ റെക്കോർഡ്സ് ആർ ഓൾസോ കെപ്റ്റ് ആസ് ഗൈഡ് ടു കൺസൾട്ടൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൺസൾട്ടന്റിന് ഗൈഡ് എന്ന നിലയിൽ അല്ലെ എന്താണ് ഈ രോഗിക്ക് ചില മെഡിസിൻസ് ഒന്നും ചിലപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ അലർജിക്ക് അല്ലെ ആയിരിക്കും, പക്ഷെ അത്തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരുപാട് പേഷ്യൻസിനെയൊക്കെ നോക്കി പോവുകയാണ് അല്ലെ. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പേഷ്യന്റ് വരുമ്പോ അവര് പെട്ടെന്നൊന്നും ഈ രോഗിയെ കുറിച്ചിട്ട് വിവരങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അവര് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് റെക്കോർഡ് സ്കിൽ അല്ലെ, അവർ എന്താണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഡോക്ടറിന്റെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു കാര്യത്തിനും അതേമാതിരി തന്നെ എന്താണ് ഒരു ഗൈഡായിട്ട് നിലകൊള്ളാനായിട്ട് ഈ റെക്കോർഡ് സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ പറയുന്നു മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ. അതേമാതിരി തന്നെ എന്താണ് സ്ഥിതിവിവര കണക്കുകള് അല്ലെ, എന്തെങ്കിലും പഴയ കാലഘട്ടത്തിൽ ചിലപ്പോ എന്തെങ്കിലും ഈ കാലയളവിൽ ഇന്ന പനി ബാധിച്ച വ്യക്തികളൊക്കെ എത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്താണ് കൈകാര്യം ചെയ്തത് അല്ലെ. ഇത്തരം രോഗികളൊക്കെ ഈ ടൈമിൽ ഇന്ന രോഗങ്ങൾ ഇപ്പൊ കേസ് നമുക്കറിയാം കൊറോണയും ഇതൊക്കെ സംഭവിച്ച കാലഘട്ടത്തിലൊക്കെ അല്ലെ, അല്ലെങ്കിൽ വീണ്ടും നിപ വൈറസും സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് അത് സ്ഥിരീകരിക്കുന്നത്, മാത്രം ആൾക്കാർക്ക് ആ രോഗം പിടിപെട്ടു പോകും അല്ലെ, അവരൊക്കെ ഏത് രീതിയിലുള്ള ചികിത്സകളൊക്കെയാണ് കൊടുത്തതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള റിസർച്ച് നടത്താനൊക്കെ ആയിട്ട് ഈ റെക്കോർഡ്സ് പരിശോധിക്കുക, അത് ഉപകാരപ്രദമാക്കും എന്നുള്ളതാണ്. വീണ്ടും എന്താണ് വീണ്ടും പറയുന്നത്? സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ അഗേൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസം. അതായത് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിമർശനങ്ങൾ എവിടെയും ഉണ്ടാവും അല്ലെ. അതായത് ഹോസ്പിറ്റലിൽ നന്നായിട്ട് ഇച്ചിരി കൂടി റൺ ചെയ്താൽ തന്നെ അല്ലെ എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ അവർ നേരിടേണ്ടി വരും. ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും.
അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന് എന്തെങ്കിലും പെരുമാറ്റ രീതികളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കൃത്യമായിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ നേരിടാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നമ്മൾ പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെയാണ്. ലാസ്റ്റിൽ നോക്കാം. When the hospital lets in a patient, it enters into an implied contract to provide services needed in the care and treatment of the patient. എന്താണ് implied contract എന്ന് പറയുമ്പോൾ? നിങ്ങൾ അറിയാമോ implied contract എന്ന് പറയുന്നത്? ഇംപ്ലോയിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റ് അല്ലെ, നമ്മള് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെല്ലുന്നത് അനുസരിച്ചിട്ട് തന്നെ അവിടെ ഒരു കോൺട്രാക്ട്, ഒരു കരാറിലേക്ക് വരികയാണ്. നമ്മൾ എന്താണ് പേര് അല്ലെ, അവിടെ റെക്കോർഡിക്കലി നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവര് നമുക്കറിയാം നാച്ചുറലി അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കരാറിലേക്ക് നാച്ചുറലി നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പേരും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഒരു ട്രീറ്റ്മെന്റ് എന്ന ഒരു കരാറിലേക്ക് ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത്, അപ്പൊ ഹോസ്പിറ്റൽ ഇറ്റ്സ് പേഷ്യന്റ് ഇറ്റ്സ് എൻറ്റേർഡ് ഇൻടു ആൻ ഇംപ്ലോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത്, സാധാരണ രീതിയിൽ അല്ലെ നാച്ചുറൽ ആയിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ ബന്ധപ്പെടുകയാണ്. നമ്മൾ ഒരു ട്രീറ്റ്മെന്റിനുള്ള ആ ഒരു രീതി ആ ഹോസ്പിറ്റലുകാർ കൃത്യമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഒരു ഇന്ന 10 മണിക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം കൊണ്ടാണ് നമ്മൾ 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെ, നമ്മുടെ സമയമൊക്കെ അവിടെ രേഖപ്പെടുത്തി നമുക്ക് എന്താ 10 മണിക്ക് ചെന്ന വ്യക്തികൾക്ക് അവരൊന്നും ഡോക്ടേഴ്സ് ഒന്നും കൺസൾട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ ഫേസ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് ഇമ്പ്രൂവ് അല്ലെ, ഒരു എവിഡൻസ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്, നമ്മളെ രേഖപ്പെടുത്തിയ സമയമാണ് അല്ലെ. 10 മണിക്ക് നമ്മൾ ചെന്നിട്ട് നമ്മളെ നോക്കിയില്ല എങ്കിൽ അതിനെതിരെ അല്ലെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ആ ഒരു റെക്കോർഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ടൈമാണ്. തീർച്ചയായിട്ടും ആ ടൈമിനുള്ളിൽ അല്ലെ നമുക്ക് താഴേക്കൊക്കെ പഠിക്കാനുണ്ട്. ഇന്ന സമയത്തിനുള്ളിൽ ഡോക്ടേഴ്സ് വന്ന് അവരെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയക്രമമൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഒരു ഇംപ്ലോയിഡ് കോൺട്രാക്റ്റിലേക്ക് ആ ടൈമിൽ തന്നെ നമ്മൾ ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള കണ്ടീഷനിലേക്ക് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്ന് നമ്മുടെ പേര് രേഖപ്പെടുത്തുമ്പോൾ അവർ തമ്മിൽ ഹോസ്പിറ്റലിൽ നമ്മൾ തമ്മിൽ ഒരു എംപ്ലോയിഡ് കോൺട്രാക്ട് വരികയാണ്. Then to provide a service need in the care and treatment of the patient. ആ പേഷ്യന്റുമായിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റ് നൽകണം എന്നുള്ളൊരു കോൺട്രാക്ട് അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. റെക്കോർഡിക്കലി നമ്മൾ രേഖപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ. Then this calls for keeping a chronological record of the care and treatment provided by the person. അതായത് ക്രോണോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താ, നമ്മളിപ്പോ ട്രീറ്റ്മെന്റിന് ചെന്ന് രേഖപ്പെടുത്തി അല്ലെ, ഫസ്റ്റ് ടൈം ചെന്നു നമ്മുടെ പേരും സമയമൊക്കെ രേഖപ്പെടുത്തി നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വീണ്ടും നമ്മൾ ചിലപ്പോ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓക്കെ വരുന്ന ഓർഡർ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും വീണ്ടും അല്ലെ ആ വരുന്ന ഓർഡർ അനുസരിച്ചിട്ട് നെക്സ്റ്റ് പേഷ്യന്റ് വന്ന് അവരെ റെക്കോർഡ് ചെയ്യാണ് അല്ലെ. അപ്പൊ അത് 1 by 1 ആയിട്ട് അവര് ഇങ്ങനെ എന്താണ് റെക്കോർഡ് ചെയ്ത് പോവുകയാണ്. നമ്മൾക്ക് കിട്ടേണ്ട സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് മസ്റ്റായിട്ടും അവര് തരേണ്ടതാണ്. വീണ്ടും വരുന്ന നെക്സ്റ്റ് പേഴ്സൺസിനും അതിൻ്റെതായ ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കേണ്ടതാണ്. അത് തന്നെയാണ് പറയുന്നത് ആ സമയക്രമം അല്ലെ, ഒരു എംപ്ലോയിയുടെ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. then എന്താണ് നമ്മുടെ ക്രോണോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ക്രമമായിട്ട് തന്നെ അല്ലെ 1 by 1 ആയിട്ട് തന്നെ അത് റെക്കോർഡ് ചെയ്ത് അടുത്ത പേഷ്യൻസിനും അതേ സമയക്രമം അനുസരിച്ചിട്ട് തന്നെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലെ സ്റ്റാർട്ടിങ് തുടങ്ങി അവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരികയാണ് അല്ലെ. ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യത്തിലേക്ക് പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ റെക്കോർഡിക്ക് അല്ലെ, റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ സമയക്രമം മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും നോട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു കുറച്ച് പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
ആ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ട 1-2 പോയിന്റ്സ് മോസ്റ്റ്ലി നമ്മൾ കാണാറുള്ള ക്വസ്റ്റ്യൻസ് ഈ റെക്കോർഡ് അല്ലെ, ഏത് റെക്കോർഡാണ്, ലീഗൽ റെക്കോർഡാണ്, പിന്നെ ആർക്കൊക്കെ ബെനിഫിറ്റ്, ഇതിന്റെ ബെനിഫിറ്റ്സ് ആർക്കൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ. പ്രധാനമായിട്ടും അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന പേഷ്യൻസിനുണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ്, അതേപോലെ കൺസൾട്ടൻസിന്, അതേമാതിരി തന്നെ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിന് എല്ലാവർക്കും അല്ലെ ഇതിൻ്റെതായ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ്, ഇതൊരു എംപ്ലോയറുടെ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത് മുതൽ റെക്കോർഡുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു പേഷ്യന്റിലേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് എൻറ്റർ ചെയ്ത് അല്ലെ നമ്മുടെ പേര് ഇൻഫോം അവിടെ രേഖപ്പെടുത്തുന്നത് മുതലേ തുടങ്ങി റെക്കോർഡിക്കലി നമ്മൾ അവിടുത്തെ ആ ഒരു സേവനം നേടുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഇന്നത്തെ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇതിനെ മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്, ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ചാർട്ട് എന്നൊക്കെ പറയുന്നതും ഈ പേരുകളൊക്കെ തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേരെ. ഓൾസോ അതർ നെയിംസ് ഒന്നും ചോദിക്കുകയാണെങ്കിൽ അല്ലെ, വേറായിട്ടൊക്കെ എന്തെങ്കിലും പൊതുവെ ഇതിലുള്ളത് തന്നെയാണ് എങ്കിലും അതിന്റെ അതർ നെയിംസുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഹെൽത്ത് റെക്കോർഡ്സ്, മെഡിക്കൽ ചാർട്ട്സ് എന്ന മെഡിക്കൽ ചാർട്ട്, ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ചാർട്ട്. അതെന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം അല്ലെ, ക്രമപരമായിട്ട് ഒരാളുടെ എൻട്രി ചെയ്തതിനു ശേഷം അടുത്ത പേഷ്യന്റ് അവിടെ വരികയാണ് അല്ലെ, അതാണ് അവിടെ പറയുന്നത് കാലക്രമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള മീനിങ് പറയുന്നത് കാലക്രമം, റെക്കോർഡ് ഓഫ് ദ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ബൈ ദ പേഴ്സൺ. ഇൻ കേസ് ഇതിനെ ഈ ഒരു മീനിങ്ങിലും എടുക്കാം. നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ചെല്ലുമ്പോഴും നമ്മൾ കൊടുത്ത ഒരു ഒ പി ടിക്കറ്റ് നമ്പർ അല്ലെ, അത് കൊടുത്തിട്ടാണ് വീണ്ടും നമുക്ക് സർവീസുകൾ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. വീണ്ടും നമുക്ക് പുതിയ ഒരു ടിക്കറ്റ് ആണോ തരുന്നത്, ഒ പി നമ്പർ ആണോ തരുന്നത്? അപ്പൊ നമ്മൾ വീണ്ടും ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു നമ്പർ എടുത്തിട്ട് വീണ്ടും അവര് അതിലെ റെക്കോർഡ് രേഖപ്പെടുത്തും. നെക്സ്റ്റ് ടൈമിലും നമ്മൾ ഡോക്ടറിനെ ആ ഒരു ചാർട്ട് അനുസരിച്ചിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ ആ ഒരു രീതി അല്ലെ, കീപ്പിംഗ് chronological record of the care and treatment provided by the personnel. In case 1 by 1 ആയിട്ട് നമുക്ക് ക്രമാനുസൃതമായിട്ട് പേഷ്യന്റിനെ കെയർ ചെയ്യുന്നു അതല്ലേ, നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്നവർക്ക് ആദ്യം സർവീസ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇത് മാത്രമേ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെല്ലുമ്പോഴും നമുക്കറിയാം എന്താണ് ഈ ഒരു രീതി അല്ലെ, നമ്മുടെ ഒ പി നമ്പർ അനുസരിച്ചിട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും സർവീസുകൾ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അടുത്തൊരു ഭാഗത്തേക്ക് പോകട്ടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. ഓക്കെ, നമ്മളിപ്പോ കണ്ടു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് അവിടെ ചെല്ലുമ്പോൾ തുടങ്ങിയുള്ള ഒരു കോൺട്രാക്റ്റിൽ രേഖപ്പെടുത്തുകയാണ്. അതിനെല്ലാം എവിഡൻസുകളും ഉണ്ട് എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് അല്ലെ, എന്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് സൂക്ഷിക്കേണ്ടത് അല്ലെ. നമ്മൾ കണ്ടായിരുന്നു ആ റെക്കോർഡ്സിൽ എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം. എന്താണോ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടത് ആ രീതിക്ക് തന്നെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് തന്നെ വേണം അത് സൂക്ഷിക്കാനായിട്ട്. അതേമാതിരി തന്നെ അതിന്റെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള സമയത്ത് ആവശ്യപ്പെടുന്ന അല്ലെ, അർഹരായവർക്ക് മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. നമുക്കറിയാം അതിൻ്റെതായ നിയമാവശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പുറത്തു വിടുന്നതും അവരുടെ ആ ഒരു പ്രത്യേക കൺസിഡറേഷൻ ഉള്ളവർക്ക് മാത്രമായിരിക്കും. ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് ഏത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. 3 മാനദണ്ഡങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി എ മെഷർ സെറ്റ് ബൈ ആൻ എക്സ്പെർട്ട് അതോറിറ്റി ആസ് ദ റൂൾ ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. അതായത് നമ്മളിത് രേഖപ്പെടുത്തുന്നത് എല്ലാവർക്കും പോയി ഇതിങ്ങനെ മെഡിക്കൽ റെക്കോർഡിൽ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ പറ്റുമോ?
മെഡിക്കൽ റെക്കോർഡില് എല്ലാവർക്കും പോയി, ഇപ്പൊ ഒരു നഴ്സിന് പോയി കുറച്ച് ഇല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള അല്ലെ, നമുക്കറിയാം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള മെഡിക്കൽ റെക്കോർഡിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ആ വിങ് തന്നെയുണ്ട്. അതിന് പ്രൊഫഷണൽ ആയിട്ട് അല്ലെ, അവര് കഴിവിട്ട വ്യക്തികൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത്. അപ്പൊ അത് തന്നെ അവിടെ പറയുന്നത് മെഷർ സെറ്റ് ബൈ ആൻ എക്സ്പേർട്ട് അതോറിറ്റി അല്ലെ, എക്സ്പേർട്ട് ആയിട്ടുള്ള അതിന് പ്രൊഫഷണൽ ആയിട്ട് കഴിവുള്ള അതോറിറ്റി ആസ് ദ റൂൾസ് ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. അതിന്റെ ഗുണമേന്മയ്ക്കും അല്ലെ, അതിന്റെ എന്തൊക്കെ സംഭവങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് അതൊക്കെയാണ് കൃത്യമായിട്ട് തന്നെ അതിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ വലിച്ചുവാരി എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുന്നില്ല, പക്ഷെ ആവശ്യമുള്ള എല്ലാ മാറ്റേഴ്സും കൃത്യമായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഈസ് നോർമലി എ കണ്ടീഷൻ ഓഫ് എ ലൈസൻസിങ്, അക്രഡിറ്റേഷൻ ഓർ പേയ്മെന്റ് ഓഫ് എ സർവീസ്. അതായത് നമുക്കറിയാം ചില കാര്യങ്ങൾക്കല്ലേ ഈ ഒരു ലൈസൻസിങ് അല്ലെങ്കിൽ അധികാരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് നോർമലി നമ്മൾ അതിൻ്റെതായ ഏത് വ്യക്തിക്കാണോ അധികാരപ്പെട്ടിരിക്കുന്നത് അല്ലെ, അധികാരം നൽകിയിരിക്കുന്ന വ്യക്തികൾ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ലൈസൻസിങ് ആണെങ്കിൽ നമുക്കറിയാം എല്ലാ കാര്യത്തിനും എല്ലാ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ കാര്യങ്ങൾക്കെല്ലാം ചെയ്യാനായിട്ടുള്ള അധികാരപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവണമെന്നില്ല അല്ലെ. നമ്മുടെ കൂട്ടത്തിലെ നഴ്സുമാര് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരുപാട് നഴ്സുമാര് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാവർക്കും എല്ലാ അധികാരങ്ങളും ഇല്ല അല്ലെ. ചില വ്യക്തികൾക്കൊക്കെ പ്രത്യേകം അധികാരങ്ങളുണ്ട്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എടുത്തപ്പോൾ നമ്മൾ കണ്ടപോലെ അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു പ്രത്യേക അധികാരികൾ തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻചാർജ് ഉള്ള വ്യക്തി തന്നെയാണ് ആ വാർഡിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത് ഇല്ലേ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ നമ്മൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇതിലും അത് കൊടുക്കാനുള്ള അധികാരം അല്ലെ, ലൈസൻസിങ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അധികാരം അക്രഡീഷൻ അധികാരങ്ങൾ ആർക്കൊക്കെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം. ഇപ്പൊ ഇൻ കേസ് പേയ്മെന്റോട് കൂടിയിട്ട് സർവീസുകളൊക്കെ കാഴ്ചവെക്കണമെങ്കിൽ നമുക്ക് തോന്നിയ മാതിരി പേയ്മെന്റ്സ് ഓരോ ഡോക്ടറിനും തോന്നിയ മാതിരി പേയ്മെന്റ്സ് ഒക്കെ ഈടാക്കാൻ പറ്റുമോ? ഇല്ല. ഹോസ്പിറ്റലിന് അതിൻ്റെതായ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അധികാരം പങ്കിടുന്നുണ്ടാവും. തീർച്ചയായിട്ടും ആ അധികാര ലെവലിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പേയ്മെന്റിന്റെ കാര്യമാണെങ്കിലും ആ ഒരു ഒരേ മാനദണ്ഡം അല്ലെ, അവര് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് മാത്രമാണ് ലൈസൻസിങ് കൊടുക്കാനും അല്ലെങ്കിൽ അധികാരം പങ്കിടാനും അല്ലെങ്കിൽ പേയ്മെന്റ് കൈപ്പറ്റാനൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു ഇതെല്ലാം എല്ലാവർക്കും രേഖപ്പെടുത്താനൊന്നും പറ്റില്ല, പ്രത്യേകിച്ച് അല്ലെ പ്രത്യേകം കഴിവുള്ള എക്സ്പേർട്സിന് മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, ആ ഉൾപ്പെടുത്തേണ്ട മാറ്റേഴ്സ് ഒക്കെയാണ് റെക്കോർഡിക്കലി സൂക്ഷിക്കുന്നത്. ഞാൻ അതേമാതിരി തന്നെ ഇതിനെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ലൈസൻസിങ്ങും അതോറിറ്റി അല്ലെ അക്രഡിറ്റേഷൻ ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അധികാരപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ ഒരു പേയ്മെന്റ് സർവീസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ മാനദണ്ഡങ്ങളിൽ പെടുന്ന 1-2 പോയിന്റുകളാണ്. തേർഡ് പോയിന്റ് നോക്കാം. ദ ഹോസ്പിറ്റൽ മസ്റ്റ് കീപ്പ് മെഡിക്കൽ റെക്കോർഡ്സ് ദാറ്റ് ആർ ഡോക്യുമെന്റഡ് കറക്റ്റ്ലി and in a timely manner and are perfect and readily available for swift retrieval of information including statistical data. എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ നമ്മൾ തോന്നിയ നേരത്തൊക്കെ റെക്കോർഡിൽ കൊണ്ടുവന്ന് രേഖപ്പെടുത്താം, എന്നാ കഴിയട്ടെ ഇന്നത്തെ ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് നെക്സ്റ്റ് ടൈം രേഖപ്പെടുത്താം. അങ്ങനെയല്ല, അത് കറക്റ്റ് സമയത്ത് തന്നെ അല്ലെ, അത് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ രേഖപ്പെടുത്തണം അല്ലെ. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു സമയം കണ്ടെത്താൻ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം. വീണ്ടും പറയുന്നത് റീഡബിളി അല്ലെ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിലായിരിക്കണം അത് കൈകാര്യം രേഖപ്പെടുത്തേണ്ടത്. ദെൻ പൂർണ്ണമായിട്ട് പെർഫെക്റ്റ്ലി അത് പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ, പകുതി ഭാഗമല്ല, ഉൾപ്പെടുത്തേണ്ട എല്ലാ ഭാഗം തന്നെ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ എന്താ പറയുന്നത്, സ്വിഫ്റ്റ് റിട്രീവൽ ഓഫ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. അതായത് നമുക്ക് എന്തെങ്കിലും സ്ഥിതിവിവര കണക്കുകൾ എടുത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിന്ന് എടുത്ത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് അല്ലെ, അത് പെട്ടെന്ന് തന്നെ അത് തിരഞ്ഞെടുക്കാനായിട്ട് റിട്രീവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തിരഞ്ഞെടുക്കാനായിട്ട് ഫോർ സ്വിഫ്റ്റ് വേഗത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇൻഫോർമേഷൻസ് ഒക്കെ അത് സ്ഥിതിവിവര കണക്കുകളൊക്കെ രേഖപ്പെടുത്തി വെക്കേണ്ടത് അല്ലെ. നമ്മൾ എന്തെങ്കിലും സ്ഥിതിവിവര കണക്കുകളൊക്കെ എടുക്കേണ്ട ആവശ്യകത വരുമ്പോൾ
എത്രയും പെട്ടെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, അതേമാതിരി തന്നെ അത് പെർഫെക്റ്റ് ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെ നമ്മൾ എല്ലായ്പ്പോഴും അത് കൃത്യമായിട്ട് ടൈമിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. എന്താണ് ആർക്കും അത് ഉപയോഗിക്കപ്രദമാകുന്ന തരത്തിൽ അല്ലെ എപ്പോഴും റെഡി ആയിരിക്കണം അല്ലെ. എപ്പോ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ നോക്കിയെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കണം അത് കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആ റെക്കോർഡുകൾ നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ അപ്ഡേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓരോ പേഷ്യൻസ് എപ്പോ വിസിറ്റ് ചെയ്ത് പോയാലും അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അവിടെ റെക്കോർഡുകൾ വന്നുകൊണ്ടിരിക്കും അല്ലെ. അത് റെക്കോർഡ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒരു മിസ് അല്ലെ എന്തെങ്കിലും എവിഡൻസുകൾ എന്തെങ്കിലും എന്തെങ്കിലും രേഖപ്പെടുത്താത്തത് ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഫാൾട്ട് തന്നെയാണ്. പിന്നീട് അതില്ലേ അതിൻ്റെതായ ഭവിഷ്യത്തുകളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ 3 മാനദണ്ഡങ്ങൾ അതുകൊണ്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് പോകണം. അതായത് എക്സ്പേർട്ടുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അതേമാതിരി തന്നെ എല്ലാ സ്റ്റാൻഡേർഡുകളും അത് കൃത്യമായിട്ട് തന്നെ ലഭിക്കേണ്ട വ്യക്തികളിൽ നിന്ന് അല്ലെ അധികാരപ്പെടേണ്ട അവർക്ക് മാത്രമാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ റെക്കോർഡ്സുകളെല്ലാം പൂർണ്ണമായിരിക്കണം. പിന്നെ എന്താ പറയണേ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. ഇതിന് ആർക്ക് വേണമെങ്കിലും അല്ലെ സ്വിഫ്റ്റ് റിട്രൈവൽ ഓഫ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുക്കേണ്ട സമയത്ത് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, വായിച്ചു നോക്കാം. ആ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്യുമെന്റഡ് കറക്റ്റ്ലി ആൻഡ് ഇൻ ടൈംലി മാനർ ആൻഡ് പെർഫെക്റ്റ് and readily available for swift retrieval information including statistical data. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിക്കൽ റെക്കോർഡൊക്കെ സൂക്ഷിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോൾ നമുക്കറിയാം അത് എപ്പോ വേണമെങ്കിലും അല്ലേ ഏത് കാര്യങ്ങളും ഏത് കാലഘട്ടത്തിലും അല്ലെ സ്വിഫ്റ്റ് റിട്രൈവൽ ഫോർ ഇൻഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലെ തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അത് തീർച്ചയായിട്ടും സൂക്ഷിച്ച് വെക്കുന്നത്. ഓക്കെയാണോ? ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. വായിച്ചു നോക്കിയോ? ഓക്കെയാണ്. ഇത് നെക്സ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്യാല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടതായിട്ട് വരില്ല. കുറച്ച് ഐഡിയ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലെ. മെഡിക്കൽ റെക്കോർഡ് എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. പേഷ്യന്റ് ആയിട്ടിരിക്കുന്ന വരുമ്പോൾ അല്ലെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അവരുടെ സമയക്രമമൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്നുള്ളത്. അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് എപ്പോഴും ഒരു എവിഡൻസ് ആയിട്ട് അല്ലെ ലീഗൽ ആയിട്ടുള്ള ഒരു റെക്കോർഡൊക്കെ തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിന്റെയൊക്കെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കും കൂടി കുറച്ച് ഇതിലെ കൂടി മിങ്കിൾ അല്ലെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാം. അതായത് അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് ദ ഫോളോയിങ്. അതായത് ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അഡ്മിഷനുള്ള പേഷ്യൻസ്. ഓക്കെ, ഈ അഡ്മിഷനുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ അവർക്ക് കുറച്ച് അല്ലെ കുറച്ച് കാര്യങ്ങളെല്ലാം മസ്റ്റായിട്ട് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും എന്തൊക്കെയായിരിക്കും അവരുടെ പ്രധാനമായിട്ടും റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ ഓക്കെ അഡ്മിഷൻ ഡേറ്റ് പിന്നെ ഡേറ്റ് അല്ലെ നമ്മളൊരു അഡ്മിഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ആ പേഷ്യന്റ് പേഴ്സണൽ ഡാറ്റാസ് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് മെഡിസിൻസ് ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഐഡിയയും നമുക്ക് വേണം അല്ലെ. ആ ഒരു റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന പേഷ്യന്റ് ആ ഒരു നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന പേഷ്യന്റ് ഇന്ന ടൈമിൽ വന്ന് നമുക്കുള്ള കാര്യം നമുക്ക് മസ്റ്റായിട്ട് മനസ്സിലാവണം അല്ലെ. അത് തന്നെ ഫസ്റ്റ് നോക്കാം അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ. അതായത് നമുക്ക് ആ ഒരു പേഷ്യന്റിനെ എടുത്ത് നോക്കുമ്പോൾ ഇന്ന പേഷ്യന്റ് ആണ്
ഇന്ന ഡോക്ടറെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ, കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം അല്ലെ. അത് റെക്കോർഡിക്കലി നമുക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം ഇന്ന പേഷ്യന്റ് ആണ്, ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ആണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. നെക്സ്റ്റ്, അപ്പൊ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഓക്കെ ആയി അല്ലെ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് വിത്ത് ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസ്. അതും നിങ്ങൾ പറഞ്ഞു അല്ലെ, മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് വിത്ത് ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസ്. ഇൻപേഷ്യന്റ് ആയിരിക്കുമ്പോൾ ആ വ്യക്തിയെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ അല്ലെ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, എന്തായിരുന്നു രോഗം, എന്തുകൊണ്ടാണ് ഇവിടെ അഡ്മിഷന് വന്നിരിക്കുന്നത് എന്നുള്ള മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, അവർക്ക് ഉണ്ടായിരുന്ന സാഹചര്യം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ മെഡിക്കൽ റെക്കോർഡിൽ ആദ്യം തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം ആ മാറ്റേഴ്സ് ഒക്കെ, എപ്പോ വന്നു, എവിടെ വന്നു അല്ലെ, ആ ടൈമും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് എന്താണ്? മെഡിക്കൽ ഹിസ്റ്ററി അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം അല്ലെ. എന്ത് രോഗം കൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഇവിടെ അഡ്മിഷന് വന്നത്, എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ട് നമുക്കറിയാം, ഒരു നെഞ്ചുവേദനയായിരിക്കും, ചിലപ്പോൾ വയറുവേദനയായിരിക്കും, ചിലപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. എത്ര മണിക്കൂറിനുള്ളിൽ? 24 hours ഉള്ളിൽ. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓക്കെ അല്ലേ? അടുത്തൊരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം എന്തായിരിക്കും? അടുത്തൊരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഒന്ന് നോക്കാം. ഫിസിഷ്യൻ അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ദ ഇൻപേഷ്യന്റ് സർവീസസ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു, ഒരു എംപ്ലോയിയുടെ കോൺട്രാക്ടിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ. നമ്മൾ വന്ന സമയം കണ്ട് എന്താണ്, ഒരു 24 മണിക്കൂറിനുള്ളിലെങ്കിലും ഒരു ഫിസിഷ്യൻ വന്ന് അല്ലെ, ഒരു ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിനെ പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ അഡ്മിഷൻ എടുത്ത പേഷ്യന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം 24 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ അസസ്മെന്റ്, വിലയിരുത്തൽ അല്ലെ, ആ ഒരു ഫിസിഷ്യൻ വന്ന് വിലയിരുത്തിയ കാര്യങ്ങളെല്ലാം റെക്കോർഡിക്കലി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എത്ര മണിക്കൂറിനുള്ളിൽ എന്നുള്ള കാര്യം മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട് അല്ലെ. അപ്പൊ ഫിസിഷ്യൻ അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസ്. ഇൻപേഷ്യന്റ് സർവീസ് ആണെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിഷ്യന്റെ അസസ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. അതായത് നമ്മളല്ലേ, നമ്മളൊക്കെ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അല്ലെ, എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ്, ഇൻ കേസ് നമുക്കറിയാം കൺസെന്റിന്റേതായിട്ടുള്ള എന്തെങ്കിലും സമ്മതം വേണമെങ്കിൽ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ സമ്മതപത്രം എന്തിനെങ്കിലും അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓക്കെ അഡ്മിറ്റ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് അഡ്മിഷൻ രേഖപ്പെടുത്താറ് അല്ലേ. അങ്ങനെയല്ലേ? ഹോസ്പിറ്റലിൽ നമ്മള് ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ എന്താണ്, ഹോസ്പിറ്റലിൽ എന്നാൽ നമ്മളൊക്കെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ചോദിക്കാറില്ലേ? പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ പെർമിഷനോട് ഓക്കെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്ന കൺസെന്റ്, അദ്ദേഹത്തിന്റെ ആ ഒരു സമ്മതം, അത് ഒരു പ്രൂഫ്, അത് ചിലപ്പോണെങ്കിൽ ഒരു സിഗ്നേച്ചർ ഒക്കെ ആയിരിക്കാം, അത് മസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം അഡ്മിഷന് വേണ്ടിയിട്ട് അല്ലെ. പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്, ഇവിടെ അഡ്മിഷന് ഓക്കെ ആണ് എന്നുള്ള ഒരു ഉറപ്പ്, സമ്മതം. നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ്. അതായത് നമ്മളുടെ ചികിത്സാപരമായിട്ടുള്ള നടപടികൾ ക്രമമോ അല്ലെങ്കിൽ നമ്മുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സമ്മതപത്രമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് നെക്സ്റ്റ് എന്താണ്, കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും അല്ലെ. അപ്പൊ അവര് ടെസ്റ്റുകളും കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നടപടിക്രമങ്ങളും എന്ത് ചെയ്യേണ്ടതാണ്? റെക്കോർഡിംഗിൽ രേഖപ്പെടുത്തേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക്, രോഗനിർണയം ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയർ, അതായത് ട്രീറ്റ്മെന്റുമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തണം. നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പാത്തോളജി ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻ ആസ് വെൽ ആസ് റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻസ്. നമുക്കറിയാം കുറച്ചും കൂടി അല്ലെ, നമ്മളുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അല്ലാതെ ഇച്ചിരി കൂടി റേഡിയോളജി വിഭാഗത്തിലേക്ക്. റേഡിയോളജി വിഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്? റേഡിയോളജി വിഭാഗം എന്ന് പറയുമ്പോൾ ഓക്കെ ക്യാൻസർ റേഡിയോളജി ഓക്കെ, അത് മാത്രമല്ല നമ്മൾ എന്താണ് പ്രധാനമായിട്ടും ക്യാൻസർ കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല
അതിന്റെ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഡയഗ്നോസ്റ്റിക്കുകളുമായിട്ട് ഇപ്പൊ ക്യാൻസർ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സ്കാനിങ്ങുകളും നടത്തുന്നത് നമുക്കറിയാം, CT സ്കാൻ, MRI സ്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടുകൾ കൂടി ഇന്നത്തെ അല്ലെ രേഖപ്പെടുത്തണം. ഈ പറഞ്ഞ മാതിരി ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ എന്താണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഓരോ പ്രാവശ്യം അല്ലെ ഒരു അഡ്മിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ അതിന് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ടോ. നമുക്കറിയാലേ നമ്മൾ ഡോക്ടർ അഡ്മിഷനുള്ള പേഷ്യൻസിനൊക്കെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവരെ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ പ്രഭാവം എഴുതി പോകുന്ന കാണാറുണ്ട് ഇല്ലേ, ശരിയല്ലേ? അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതങ്ങനെ റെക്കോർഡിക്കലി അവര് അതില് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോട്ട് ചെയ്ത് പോകുന്നത്. നമുക്കറിയാം ഓരോ വിസിറ്റ് ടൈമിലൊക്കെ അതിങ്ങനെ റെക്കോർഡിക്കലി അല്ലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു പ്രോഗ്രസ് അല്ലെ അവരുടെ പുരോഗതി, രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നന്നായിട്ട് ഭേദമാകുന്നുണ്ടോ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടാണോ പോകുന്നതെന്നൊക്കെ നോട്ട് ചെയ്ത് അത് റെക്കോർഡിക്കലി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ എന്താണ് ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തീഷ്യ റിപ്പോർട്ട്സ്. അതായത് നമ്മളിപ്പോ ഇൻ കേസ് എന്തെങ്കിലും ഓപ്പറേഷൻ കാര്യങ്ങൾക്കൊക്കെ വിധേയമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലർക്ക് അലർജിറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളപ്പോൾ അനസ്തീഷ്യയൊക്കെ ചിലപ്പോ അല്ലെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്, എ ഡിസ്ചാർജ് സമ്മറി written at the termination of a hospitalization, briefly summarizing the reason for the hospitalization, important findings, procedures done and treatments provided with the condition of the patient on discharge and specific instruction given to the patient and family. അതായത് നമുക്കറിയാം ഇൻ കേസ് നമ്മൾ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞ് അല്ലെ അദ്ദേഹത്തിന് പുറത്തേക്ക് നമ്മൾ കുഴപ്പമില്ല ഒരാഴ്ചത്തേക്ക് ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പറഞ്ഞു വിടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഒരുപാട് അല്ലെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടാവും. നമുക്കറിയാം അതിന്റെ ഒരു ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നതിനൊപ്പം തന്നെ നഴ്സുമാര് വന്ന കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രകടമാണെന്ന് എഴുതി പോകും അല്ലെ. അപ്പൊ അതിനെന്താണ് പ്രധാനമായിട്ടും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്ത് കാരണത്താലാണ് ഹോസ്പിറ്റലിലേക്ക് ഏത് റീസൺ അല്ലെ റീസൺ എന്താണ് ഹോസ്പിറ്റലൈസേഷൻ നടത്താനുള്ള കാരണം എന്താണ്, then ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ് എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയത്, പ്രൊസീജിയർ അല്ലെ എന്തൊക്കെ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ ഈ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ എടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു, then എന്താണ് വീണ്ടും എന്താണ് ഡിസ്ചാർജ് ചെയ്യേണ്ട വരെ ഘട്ടമായി എങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ലെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഗിവൻ ടു ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. ചിലപ്പോൾ നമുക്കറിയാം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ മെഡിസിൻസ് ഒക്കെ ഇന്ന രീതിയിൽ കഴിക്കണമെന്ന് പറയുന്ന മാത്രമേ തന്നെ ഭക്ഷണക്രമമൊക്കെ പാലിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയും അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്ക് അറിയാം ഫിസിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഫാമിലിനോടൊക്കെ നിർദ്ദേശിച്ചിട്ടായിരിക്കും പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്, ശരിയല്ലേ? അങ്ങനെയൊക്കെ വരാറില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ അല്ലെ അതെല്ലാം തന്നെ നമ്മളിപ്പോ നമുക്കറിയാം ചില ഇഷ്യൂസുകൾ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇവർക്ക് രോഗമൊക്കെ വർദ്ധിക്കുന്നത്. അപ്പൊ ചില ഇഷ്യൂസുകളൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ നിയമവശങ്ങളുടെ ഇതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവർക്കൊരു എവിഡൻസ് ആണ് എന്ത് ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വിട്ടിരിക്കുന്നത് അല്ലെ. മെഡിസിൻ ഇന്ന സമയത്ത് കഴിക്കണം, ഭക്ഷണക്രമത്തിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ന എക്സസൈസ് ഒക്കെ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫാമിലിയോടും കൂടി അവർ ഡിസ്കസ് ചെയ്യും അല്ലെ. അതെല്ലാം എന്താണ് റെക്കോർഡിക്കലി കീപ്പ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇൻ കേസ് അല്ലെ ആഫ്റ്റർ എഫക്ട്സിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഹോസ്പിറ്റലിന് അതുമായിട്ട് അഭിമുഖീകരിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. മെഡിക്കൽ റെക്കോർഡ്സ് ഷുഡ് ബി കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ്, പ്രസന്റ്ലി authenticated, legible and complete. അതായത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് കോൺഫിഡന്റ് ആയിരിക്കണം അല്ലെ, ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന തരത്തിലും, അതായത് റോങ് ആയിട്ടൊന്നും രേഖപ്പെടുത്താൻ പാടില്ല അല്ലെ. നിയമവശമായിട്ടുള്ള രീതിയിൽ ആണെങ്കിൽ കൂടി അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇതെന്താണ് പ്രസന്റ്ലി authenticated അല്ലെ, നമുക്ക് അറിയാം അതിന് അംഗീകാരം ഉണ്ടായിരിക്കണം അല്ലെ. ആധികാരികമായിട്ടുള്ള ഒരു മൂല്യമുള്ള ഒരു സംഭവം തന്നെയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ ലെജിബിൾ അല്ലെ, അത് നമുക്ക് വായിക്കാൻ പറ്റുന്നതും അതേമാതിരി തന്നെ ലീഗലായിട്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ആൻഡ് കംപ്ലീറ്റ്, എല്ലാ റെക്കോർഡ്സും പകുതി ഒന്നും ആയിരിക്കരുത്, എല്ലാം
പൂർണ്ണമായിട്ടുള്ള രീതിയിലായിരിക്കണം റെക്കോർഡ് ചെയ്ത് അല്ലെ കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം കൂടിയും ഇവിടെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നു, മെഡിക്കൽ റെക്കോർഡ്സ് ഷുഡ് ബി കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ്, പ്രസന്റ്ലി authenticated, legible and complete. അത് പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. എന്താണ് അതിന് അധികാരമുള്ള അല്ലെ അധികാരികമുള്ള ഒരു രേഖയായിട്ട് തന്നെയായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത്. എന്താണ് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അല്ലെ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഒരിക്കലും കള്ളത്തരം ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. വിശ്വാസ യോഗ്യമായിട്ട് തന്നെ ആയിരിക്കണം റെക്കോർഡുകളെല്ലാം കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഈ ഒതന്റിക്കേറ്റഡില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടേഴ്സ് നഴ്സുമാര് അവരൊക്കെയാണ് നമുക്കറിയാം അധികാരമുള്ള ഒരു വ്യക്തികളൊക്കെയാണ് നമ്മളിങ്ങനെ റിപ്പോർട്ടുകളിലൊക്കെ രേഖപ്പെടുത്തുന്നത് അല്ലെ. ഓരോ ടൈമുകളും നമുക്കറിയാം പേഷ്യന്റിനെ വിസിറ്റ് ചെയ്ത് പോകുമ്പോഴൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് തീർച്ചയായിട്ടും എന്താണോ ഒന്നല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരൊക്കെയാണ് രേഖപ്പെടുത്തി പോവുക അല്ലെ. അതേമാതിരി തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിലും അധികാരമുള്ള വ്യക്തികൾ തന്നെയാണ് അത് രേഖപ്പെടുത്തേണ്ടത്. അല്ലാതെ പുറത്തു നിന്നൊരു ഷോപ്പൊന്നല്ല അത് രേഖപ്പെടുത്തേണ്ടത്. അധികാരമുള്ള പേഴ്സൺസ്, കാരണം ഒതന്റിക്കേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിലൊരു പോയിന്റ് നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ചാർജ് സമ്മറി റിട്ടൺ ആൻഡ് അറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് അത് എഴുതി തയ്യാറാക്കേണ്ടതുണ്ട് അല്ലെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് റിട്ടൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ആക്ച്വലി നമ്മൾ റെക്കോർഡിക്കലി ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ അത് ക്യാച്ച് ചെയ്യുന്നുണ്ടാകില്ല, നമ്മൾ താഴേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് അത് റിട്ടൺ ആയിട്ട് തന്നെയാണ് പേഷ്യൻസിന്റെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും അത് റിട്ടൺ ആയിട്ടാണ് ഇതെല്ലാം എഴുതി തയ്യാറാക്കുന്നത്. വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാട്ടോ. ഒതന്റിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ അധികാരമുള്ള ആളുകൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രസന്റ്ലി ഒതന്റിക്കേറ്റഡ് എന്ന് വെച്ചാൽ അധികാരമുള്ള ആളുകളാണ് അത് തയ്യാറാക്കേണ്ടത്. മെഡിക്കൽ റെക്കോർഡ് ഇപ്പൊ നമുക്കറിയാം ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതേമാതിരി തന്നെ ഓരോ പ്രാവശ്യം ഡോക്ടർ വിസിറ്റ് ചെയ്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോഴെല്ലാം അധികാരമുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കണം അതിൽ രേഖപ്പെടുത്തേണ്ടത്. ക്ലിയർ ആയോ? അതേമാതിരി തന്നെ ലെജിബിൾ അല്ലെ. ലെജിബിൾ എന്ന് പറയുമ്പോൾ ലീഗൽ അല്ല, ലെജിബിൾ ആണ്. അതെന്ന് പറയുമ്പോൾ എന്താണ് വായിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും അല്ലെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, MRD എന്നുള്ളത് നമ്മള് മെഡിക്കൽ അല്ലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. MRD മെഡിക്കൽ റെക്കോർഡ്സിൽ തന്നെ ഇതിലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അത് നിങ്ങൾക്ക് പഠിച്ചു വരുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമൊക്കെ. എന്തായാലും ഇതുവരെ മനസ്സിലാക്കുക, മെഡിക്കൽ റെക്കോർഡുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെയിനായിട്ട് അവിടെയാണ് ആ ഡിപ്പാർട്ട്മെന്റിലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൃത്യമായിട്ട് തന്നെ അവിടേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ചെറിയ കൂടി നമുക്ക് എടുത്ത് തുടങ്ങാം. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് പോളിസീസ്. നമ്മളപ്പോ ഇത് എന്താണെന്നുള്ള കാര്യമൊക്കെ കണ്ടു. ഇൻപേഷ്യന്റ് ആണെങ്കിലും മസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി മെഡിക്കൽ റെക്കോർഡിന്റെ പോളിസി നയങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കാം. അതിങ്ങനെ പല പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. അതായത് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സിസ്റ്റമാണ്. നമുക്കറിയാം ആദ്യം തന്നെ എൻട്രി ചെയ്യും. പേഷ്യന്റ് അവിടെ ചെല്ലുമ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണ്. അപ്പൊ ആ കോൺട്രാക്റ്റിലേക്ക് അല്ലെ, നമ്മള് എംപ്ലോയിയുടെ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുമ്പോൾ സാധാരണയായിട്ട് എന്താ ചെയ്യാം, അവരെന്താ പേഷ്യൻസ് ചെല്ലുമ്പോ തന്നെ എന്താ ചെയ്യാം, രജിസ്ട്രേഷൻ നടത്തും അല്ലെ. ഫസ്റ്റ്ലി രജിസ്ട്രേഷൻ പർപ്പസ് ആണ് അല്ലെ, അതാണ് ആദ്യം നടക്കുന്നത്. അതാണ് ആ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് രജിസ്ട്രേഷൻ സിസ്റ്റം. അതെന്താ പറയുന്നത്, സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വിത്ത് 24 hours സർവീസ് ഷുഡ് പ്രിഫറബിളി ബി കെപ്റ്റ് ഫോർ ഓൾ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ്. അതായത് ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ആണെങ്കിലും നമുക്കറിയാം അവിടെ ചെന്ന് നമ്മള് അല്ലെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെല്ലണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് അല്ലെ ഡോക്ടറെ കാണാനായിട്ട് ആ ഒരു കൗണ്ടറിൽ ചെന്ന് നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്തതാണെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സൗകര്യമുണ്ടാവും. സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വിത്ത് 24 hours സർവീസ്. അത് 24 മണിക്കൂർ നമുക്കറിയാം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് 24 hours സർവീസ് അവൈലബിൾ ആണ്. അത് ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ആ സർവീസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് 1 unit record and 1 permanent number used for all episode of care. അതായത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു പ്രാവശ്യം പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് വീണ്ടും അല്ലെ നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ആ OP നമ്പറും കൊണ്ടാണ് പോകുന്നത് അല്ലേ, ശരിയല്ലേ? അല്ലെ, അതാണ് ആ ഉദ്ദേശിക്കുന്നത്. ഓൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പരിശോധനയ്ക്കും അല്ലെ, വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞാലും വീണ്ടും പരിശീലനത്തിന് വന്നാലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇത് അല്ലെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് പെർമനന്റ് നമ്പർ ആണ് ഓരോ പേഷ്യന്റിനും നൽകുന്നത്. ഓരോ കാർഡ് ഒപ്പി കാർഡാണ് നമുക്ക് നൽകുന്നത്. ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് 1 unit record and 1 permanent number used for all episode of care. തുടർന്നുള്ള ഓരോ പരിശീലനത്തിനും എല്ലാം തന്നെ ഒരു കാർഡാണ് പെർമനന്റ് ആയിട്ട് ഓരോ പേഷ്യന്റിനും നൽകുന്നത്. വീണ്ടും എന്താണ്, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ for accident and emergency patient with 24 hours service should also be given. ഞങ്ങൾക്കറിയാം പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കൂട്ടി നമ്മുടെ അല്ലെ റെക്കോർഡിക്കലി നമ്പർ ഒന്നും എടുക്കാനായിട്ടൊന്നും ടൈമില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളാണെങ്കിൽ അവർക്ക് എമർജൻസി ആയിട്ടുള്ള ആ നമ്പർ പ്രൊവൈഡ് ചെയ്യും. അതല്ലാതെ അല്ലെ നമ്മളിപ്പോ ഒരു പേഷ്യന്റ് എന്ന നിലയിൽ നമുക്കൊന്ന് കാണണം, ഡോക്ടറെ കാണണമെന്ന് നേരത്തെ കൂട്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നമ്പർ കിട്ടും. വീണ്ടും നമ്മൾ അതിന്റെ തുടർ ചികിത്സയൊക്കെ ആണെങ്കിൽ ആ നമ്പർ OP നമ്പർ തന്നെ കൊടുത്തിട്ടാണ് വീണ്ടും നമുക്ക് തുടർ ചികിത്സ കിട്ടുന്നത്. ഇൻ കേസ് എമർജൻസി പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ 24 hours സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുതിയൊരു കാര്യം അല്ലെ, പുതിയൊരു രജിസ്ട്രേഷൻ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആ ടൈമിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ സിസ്റ്റം ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് നമ്പറിംഗ് സിസ്റ്റം. ഓക്കെ, നമ്മൾ കാർഡുകൾ എടുക്കുമ്പോൾ നമുക്കറിയാം അതിൽ എന്താണ് പ്രധാനമായിട്ട് ഉണ്ടാവുക, കാർഡിന്റെ മേലെ നമുക്കുള്ള നമ്പർ ഉണ്ട് അല്ലേ. ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ നമ്പറിന്റെ എണ്ണമൊക്കെ? നമുക്ക് എന്താണെന്ന് നോക്കാം. ഉണ്ട്, അതില് എത്ര നമ്പറാണ് ഉണ്ടാവാറ് നോക്കാം. 6 digit numbers are normally used for outpatients and inpatients. ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും 6 നമ്പറാണ് പ്രധാനമായിട്ടും ഓരോ പേഷ്യന്റിനും ലഭ്യമാക്കുന്നത്. A new patient gets a new hospital number only at the first time of registration. നമുക്കറിയാം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോഴാണ് ആ നമ്പർ നമുക്ക് കിട്ടുന്നത് അല്ലെ. നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ നമ്മൾ ആ നമ്പർ തന്നെ കൊടുത്തിട്ടാണ് വീണ്ടും ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നത് അല്ലേ. അതാണ് നമ്പറിംഗ് സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ രജിസ്ട്രേഷൻ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി. 24 hours വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ചെന്ന് ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ടിക്കറ്റ് എടുക്കാം. എന്താണ് ആക്സിഡന്റൽ കേസിന് മാത്രമാണ് പ്രത്യേകമായിട്ട് ഒരു നമ്പർ ചാർട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ
നമുക്ക് എന്താണ് വീണ്ടും നമുക്ക് ഡോക്ടറെ കാണാനാണെങ്കിൽ ആദ്യം എടുത്ത നമ്പറിൽ തന്നെ ആ ഒരു രജിസ്ട്രേഷനിൽ എടുത്ത കാർഡിൽ തന്നെ യൂസ് ചെയ്താൽ മതിയാവും. എന്നാൽ അതിൽ പ്രധാനമായിട്ടും പറയുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 6 ഡിജിറ്റ് നമ്പർ സിസ്റ്റം ആണ് ഉള്ളത്. ആദ്യത്തെ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ 6 ഡിജിറ്റ് നമ്പർ സിസ്റ്റം കിട്ടുന്നത്. വീണ്ടും കാണണമെങ്കിൽ ആ സെയിം നമ്പർ അല്ലെ നമ്മൾ കാണിച്ചാൽ മതിയാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണ്. അതായത് പേഷ്യന്റിന്റെ ഒരു മാസ്റ്റർ സൂചിക എന്നുള്ളത് നോക്കാം. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഇസ് ഡിസൈൻഡ് with the important identification information for each new patient registered in the central registration area and filled in alphabetical order in the manual system and electronically through computer. അതായത് നമ്മുടെ പേര് അല്ലെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ കേട്ടുന്നത്. തീർച്ചയായിട്ടും എന്താണ് ഇത് റെക്കോർഡിക്കലി നമ്മൾ എന്തില് രേഖപ്പെടുത്തേണ്ടതുണ്ട്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ ഇത് രേഖപ്പെടുത്തി പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു സിസ്റ്റമാറ്റിക്കലി തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവിടെ തീർച്ചയായിട്ടും എന്താണ് മാനുവൽ അല്ലെ എഴുതി തന്നെ മാനുവൽ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം എഴുതി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. then അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ആ ഒരു OP നമ്പർ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് അപ്പൊ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്കലി ആണ് അവർക്ക് അവൈലബിൾ ആവുന്നത് അല്ലെ. അവര് അവൈലബിൾ ആകുമ്പോൾ ആ ഡോക്ടറിന്റെ പേഷ്യന്റിന്റേതായ വിവരങ്ങളെല്ലാം അവിടെ ഇപ്പോ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് യുഗമായതുകൊണ്ട് തന്നെ അതിൽ ആ ചാർട്ടിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഡോക്ടർ അത് വാച്ച് ചെയ്തിട്ടാണ് രോഗിയുമായിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യം മാനുവലി അത് ഉപയോഗിക്കേണ്ടതുണ്ട്, ഇലക്ട്രോണിക്കലി അത് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെ നമ്മുടെ അക്ഷരമാല ക്രമത്തിൽ തന്നെ അത് കാത്തു സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് അല്ലെ അത് ആ ഒരു സൂചിക എന്ന് പറയുന്നത് ഡിസൈൻഡ് അല്ലെ രൂപകൽപ്പന ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അക്ഷരമാല ക്രമത്തിൽ എഴുതി തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്, റെക്കോർഡിക്കലി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ തന്നെ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഇലക്ട്രോണിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതെന്താണ് വീണ്ടും ആൽഫബറ്റിക് ഓർഡർ അല്ലെ ഒരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ആൽഫബറ്റിക് ഓർഡർ അക്ഷരമാല ക്രമം വെച്ചിട്ട് തന്നെ നോട്ട് ചെയ്യാനായിട്ട് അവൈലബിൾ. അതും ആ ഒരു രീതിയും കൂടി കണ്ടെത്തിയിട്ട് വേണം അത് രേഖപ്പെടുത്തി വെക്കാനായിട്ട്. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ ഒരു മാറ്റേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Patient master index is designed with the important identification information for each new patient registered in the centrally registration area. അപ്പൊ സെൻട്രലി രജിസ്ട്രേഷൻ ഏരിയയിലേക്ക് ഇതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവിടെ ഡിസൈൻ ചെയ്ത് വെക്കാണ് രൂപകൽപ്പന ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് ഡോക്ടേഴ്സിന്റെ ഇടയ്ക്ക് എന്താണ് ഇലക്ട്രോണിക്കലി അവർക്ക് അവൈലബിൾ ആവണം. ഇതിനെന്താണ് മാനുവലി അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ഇതിനെന്താണ് അക്ഷരമാല ക്രമത്തിൽ ഒരു ആൽഫബറ്റിക് ഓർഡർ കൂടിയും അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലേ? ഓക്കെ, തന്നെ ഇതിൽ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചില പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഇത്ര നമ്പേഴ്സിന്റെ എണ്ണമൊക്കെ ചിലപ്പോ ചോദിച്ചു കാണാറുണ്ട്. 6 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെയാണ് കാർഡിൽ കാണാറുള്ളത്. അതേമാതിരി തന്നെ 24 hours അല്ലെ നമ്മളെ രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം അവിടെ കണ്ടു. അതേമാതിരി തന്നെ എമർജൻസി പേഷ്യൻസ് ഒക്കെയാണ് ഇതിൽ സെപ്പറേറ്റ് തന്നെ രജിസ്ട്രേഷൻ വേണമെങ്കിൽ അല്ലെ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് വരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഭാഗം തുടങ്ങി അടുത്തതിലേക്ക് എടുക്കാം. ഇനിയുള്ള ഭാഗം വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നവരായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Okay, thank you.